നമസ്കാരം. ഇന്ന് ഞാൻ റാഗി കൊണ്ടൊരു റാഗി ഇല്ലേ നമ്മുടെ ഇത് ഞാൻ രാവിലെ വെള്ളത്തിൽ ഇട്ട് അരച്ച് അതിൻ്റെ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്, നീര്. അപ്പോൾ ആ നീര് വേണ്ട ഞാനിങ്ങനെ കണ്ട അതെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മേളിൽ നിന്ന് വെള്ളം അങ്ങ് ഊറ്റിക്കളയും. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കും. റാഗിയുടെ ഞാൻ ഇതിനകത്തോട്ട് മൊത്തം ഒഴിച്ചു. ഞാൻ അതിനെ നമുക്കൊന്ന് ഇളക്കാം. നല്ല പാല് പോലെ നമ്മൾ അരച്ച് കഴിയുമ്പോൾ അത് പാല് പോലെ അതുണ്ട് ഇങ്ങനെയാണ്. അത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും വലിയവർക്കും ഒക്കെ നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും നല്ലത്. അത് ഇതേണ്ട ഈ കടയിൽ കിട്ടും നമ്മൾ ഈ റാഗി ചോദിച്ചാൽ ഇതുപോലത്തെ. നമ്മളിങ്ങനെ ഒന്ന് കഴിവിടാതെ ഇളക്കിക്കോണം. അപ്പം അത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുറുകി വരുന്നുണ്ട്. അതിനകത്തോട്ട് ഇനി നമുക്ക് ഞാൻ 3 ഉണ്ടയുടെ കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. വെല്ലം അതെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. മധുരം കുഞ്ഞുങ്ങൾക്ക് എത്രയും കൊടുക്കാമെന്ന് പറയുന്ന അത്രയും 2 ഞാൻ ഇട്ടു. എന്നിട്ട് ഇനിയും മധുരം ഒന്ന് നോക്കട്ടെ. ഇതിനകത്ത് തന്നെ പനം കൽക്കണ്ട ഇടാം. ഇതിങ്ങനെ അങ്ങ് കുറുകുവാണെങ്കിൽ നമുക്കൊരു ശകലം തിളപ്പിച്ചരച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. ഒഴിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി ഞാനൊരു ശകലം വെള്ളവും കൂടി ഒഴിക്കും. ഈ ഉണ്ട തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം തിളപ്പിച്ച് അതിൻ്റെ ഉണ്ട ഉരുക്കി അത് ആയാലും ഒഴിച്ചാൽ മതി. ഇപ്പം ഞാൻ ഈ 2 കഷ്ണമായിട്ടൊക്കെ ഇടുമായിരുന്നു. നമ്മൾ ബുഡീസൊക്കെ ഇരിക്കുന്ന പോലെ പുട്ടി. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതായത് കുറുക്കി ഇങ്ങനെ കൊടുക്കുന്നത്.
നല്ല കറുത്തുണ്ട ഇട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല നന്നായിട്ട് കറുത്തിരിക്കും. ഇത് വെളുത്ത ഉണ്ടയായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ നിറം. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നോക്കി നല്ല അടിപൊളിയായിരിക്കും. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലതാണ്. ഇതിനകത്ത് ഇച്ചിരി നെയ്യൂടിടാം, വേണമെങ്കിൽ നെയ്യിടാം. അപ്പോൾ അങ്ങനെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള റാഗിയുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയോ വലിയൊരു വഴിക്കോ ഒക്കെ ചെയ്യും. ഓക്കെ, ബൈ, സീ യു. അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ഇടും.